കാസർകോട്ടെ സീമ, ഭാർഗവി, ഓമന, ഉഷ എന്നീ 4 തൊഴിലാളികൾ. ഇവർക്ക് ഓരോരുത്തർക്കും ഒരു ദിവസത്തെ വരുമാനം എത്രയാണെന്നറിയാമോ? 1200 രൂപ. നാട്ടിൽ തെങ്ങിൽ കയറാൻ പുരുഷന്മാരെ കിട്ടാതായപ്പോഴാണ് ഈ 4 പെണ്ണുങ്ങൾ ഈ ജോലി പഠിച്ചത്. കേരളത്തിന്റെ നാട്ടിൻപുറങ്ങളിൽ പോലും തെങ്ങുകയറാൻ പുരുഷന്മാരെ കിട്ടാതായിരിക്കുന്നു. തെങ്ങുകയറാനുള്ള യന്ത്രങ്ങൾ വന്നതോടെയാണ് ഈ രംഗത്തേക്ക് സ്ത്രീകൾ കടന്നുവരാൻ തുടങ്ങിയത്. നമ്മുടെ കൃഷിവകുപ്പ് ഇതിനായി നല്ല പ്രോത്സാഹനവും നൽകിയിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിലെ കിനാനൂർ, കരിങ്കുളം പഞ്ചായത്തിലെ ഈ 4 സ്ത്രീകൾ കൃഷിവകുപ്പിൽ നിന്ന് കിട്ടിയ പരിശീലനത്തിലൂടെ സ്വന്തമായി തൊഴിലും വരുമാനവും കണ്ടെത്തിയവരാണ്. 1 വർഷമേ ആയിട്ടുള്ളൂ ഇവർ ഈ തൊഴിൽ തുടങ്ങിയിട്ട്. യന്ത്രത്തിന്റെ ചവിട്ടുന്ന ഭാഗത്ത് കാലുറപ്പിച്ച് അവർ അനായാസമായി തെങ്ങിലേക്ക് നടന്നു കയറുകയാണ്. കൃഷി ഓഫീസിന്റെ ആത്മാ പദ്ധതിയിൽ ഇങ്ങനെ ഒരു സ്കീമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഈ പരിശീലനത്തിൽ ഞങ്ങൾ പങ്കെടുത്തു. ഒരാഴ്ചത്തെ പരിശീലനമായിരുന്നു. അതിൽ കാട് കൊത്തി, ടില്ലർ, ട്രാക്ടർ, ഞാറ് നടീൽ എന്നിവ പരിശീലനം നേടി. ഓരോരുത്തരും അവരവരുടെ വീടുകളിലെ തെങ്ങുകളിൽ നിന്നും തേങ്ങയിട്ടുകൊണ്ടായിരുന്നു തുടക്കം. നാട്ടിലെങ്ങും തെങ്ങുകയറ്റക്കാരെ കിട്ടാതായപ്പോൾ ഇവർ മുന്നിട്ടിറങ്ങി. ആദ്യമൊക്കെ ചില കുറ്റപ്പെടുത്തലുകൾ ഉണ്ടായെങ്കിലും ഇവർ അതൊന്നും വകവച്ചില്ല. ഇന്ന് പഞ്ചായത്തിന് പുറത്തുനിന്ന് പോലും ആളുകൾ ഇവരെ തേടിയെത്തുന്നു. അങ്ങനെ ജോലിഭാരം കൂടിയിരിക്കുന്നു. ഇതുവരെ അപകടമൊന്നും ഉണ്ടായിട്ടുമില്ല. ശ്രദ്ധിച്ചാലേ സാധ്യതയില്ല, ശ്രദ്ധിക്കണം. മെഷീൻ ആദ്യം തന്നെ ഫിറ്റാക്കുമ്പോൾ അതിന്റെ കേബിള് മുറിയാനായിട്ടുണ്ടോ, സ്ക്രൂ പോയിട്ടുണ്ടോ, എല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു ഇതുമില്ല. തെങ്ങൊന്നിന് 20 രൂപയാണ് കൂലി. ഉച്ചവരെ ജോലി ചെയ്താൽ 60 തെങ്ങിൽ വരെ കയറാനാകും. ഇപ്പോൾ ജോലിഭാരം കൂടിയതിനാൽ എല്ലായിടത്തും എത്താനാവുന്നില്ല. വരുമാനത്തിൽ വലിയൊരു പങ്ക് വാഹന വാടകയായി കൊടുക്കണം. ഇവർക്കൊരു വാഹനം നൽകാമെന്ന് ഉറപ്പുകൊടുത്തിരുന്ന കൃഷിമന്ത്രി ഇതുവരെയും വാക്കുപാലിച്ചില്ല. പുല്ലൂർ ഫാമിൽ നിന്നാണ് നമുക്ക് മന്ത്രിക്ക് നിവേദനം കൊടുത്തപ്പോൾ ഇതുപോലെ പ്രഖ്യാപിച്ചത് 3 വണ്ടി തരാമെന്ന് പറഞ്ഞൊരു വാഗ്ദാനം തന്നത്. അത് കഴിഞ്ഞിട്ടാകുമ്പോൾ പിന്നെ ഒരു വിവരവും നമുക്ക് കാണുന്നില്ല. പിന്നെ നമ്മൾ കാസർഗോഡ് മന്ത്രി വരുമ്പോഴെല്ലാം നമ്മൾ നിവേദനം കൊണ്ടുപോകും. തീരുമാനിക്കാന്ന് പറഞ്ഞിട്ട് നമ്മളൊരു എഴുതി തള്ളുന്ന വിധത്തിലാണ് നമ്മൾ എത്ര ബുദ്ധിമുട്ടായാലും നമ്മൾ അവിടെ പണി ലീവാക്കിയിട്ട് നമ്മൾ അവിടെ ചെന്ന് മന്ത്രിനെ കാണുന്നതാണ്. ഇപ്പോൾ ഞങ്ങൾ മന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട്, മുഖ്യമന്ത്രിക്ക്. അതുകൂടാതെ MLA-ക്ക് കൊടുത്തിട്ടുണ്ട്. തെങ്ങുകയറ്റം കൊണ്ട് ജീവിതം പച്ച പിടിച്ചിരിക്കുന്നു. പിന്നെ പഠിച്ച തൊഴിലിൽ മറ്റുള്ളവർക്ക് പരിശീലനം നൽകുകയും ചെയ്യുന്നു. ഇതിനകം 20 പേരെ തെങ്ങുകയറ്റം പഠിപ്പിച്ചു കഴിഞ്ഞു. തെങ്ങുകയറ്റത്തിന് പുറമെ ട്രാക്ടർ, ടില്ലർ തുടങ്ങിയവ ഓടിക്കാനും ഈ സ്ത്രീകൾക്കറിയാം. തൊഴിലില്ലെന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് കഴിയുന്ന സ്ത്രീകൾക്ക് ഇവരുടെ വഴി പിന്തുടരാവുന്നതാണ്.